1992 ആ രാത്രിയിലെ ലോറി യാത്ര. പേടിച്ചു വിറച്ച ആ ദിവസം. ഒന്ന് ലൈക്ക് ചെയ്തോളൂ, അതിനെ മടി കാണിക്കരുത്. നേരെ കഥയിലേക്ക്. 1992 നവംബറിലെ ഒരു തണുത്ത രാത്രിയിൽ ജബൽപൂർ സ്വദേശിയായ രാജീവൻ എന്ന ലോറി ഡ്രൈവർ തൻ്റെ ലോറിയിൽ നെല്ല് കയറ്റി ബിലാസ്പൂരിലെ ഒരു റൈസ് മില്ലിലേക്ക് പോവുകയായിരുന്നു. അക്കാലത്ത് നല്ല ടാർ റോഡുകളോ രാത്രികാല സുരക്ഷയോ ഉണ്ടായിരുന്നില്ല. ബിലാസ്പൂരിലെ ഈ മില്ലിലെത്താൻ ലോറി ഡ്രൈവർമാർക്ക് ഒരു വനപ്പാത മുറിച്ച് കടക്കണമായിരുന്നു. രാജീവൻ അടുത്തിടെയാണ് ട്രാൻസ്പോർട്ടിംഗ് ബിസിനസ് ആരംഭിച്ചത്. ബിലാസ്പൂരിലേക്കുള്ള ഈ റൂട്ട് അദ്ദേഹത്തിന് തീർത്തും പുതിയതായിരുന്നു. കൃത്യസമയത്ത് സാധനങ്ങൾ എത്തിച്ചാൽ അധികമായി പണം ലഭിക്കുന്ന ഒരു രീതി അന്നുണ്ടായിരുന്നു. ആദ്യമായി വൈകുന്നേരം ഈ റൂട്ടിൽ യാത്ര ചെയ്തപ്പോൾ റോഡിൽ ലോറികളുടെ വലിയ തിരക്ക് രാജീവൻ കണ്ടു. ആ തിരക്കിൽ നിന്നും രക്ഷപ്പെട്ട് സമയത്തിന് സാധനം എത്തിക്കുന്നത് ഒരു വെല്ലുവിളിയാകുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ബിസിനസ് വേഗം വളരാൻ വേണ്ടി അദ്ദേഹം ഒരു കാര്യം ചെയ്തു. നമുക്ക് രാത്രി വൈകി ലോഡുമായി ഇറങ്ങാം. ഇതൊരു വനപ്പാതയായതുകൊണ്ട് ആ സമയത്ത് തിരക്കുണ്ടാവില്ല. കൃത്യസമയത്ത് സാധനം എത്തിച്ചാൽ കുറച്ചധികം വരുമാനം നേടാനും പറ്റും, അദ്ദേഹം ചിന്തിച്ചു. അടുത്ത കുറച്ച് ദിവസത്തേക്ക് രാജീവനും അദ്ദേഹത്തിൻ്റെ സഹായി ഉണ്ണിയും രാത്രിയിൽ ലോഡ് കയറ്റി ഈ വഴി യാത്ര ചെയ്യാൻ തുടങ്ങി. കൃത്യസമയത്ത് ലോഡ് എത്തിക്കുന്നതിൽ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ബിസിനസ് മെച്ചപ്പെടുത്താൻ അവർ രാവും പകലും കഷ്ടപ്പെട്ടു. എന്നാൽ മറ്റു ഡ്രൈവർമാർ എന്തിനാണ് തിരക്കിനിടയിലും പകൽ മാത്രം ഈ വഴി പോകുന്നതെന്ന് അവർ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. ചിലപ്പോൾ ചില ഡ്രൈവർമാർ മണ്ടന്മാരാകാം, പക്ഷെ എല്ലാവരും മണ്ടന്മാരാകാൻ സാധ്യതയില്ലല്ലോ. ഒന്നോ രണ്ടോ തവണ മറ്റ് ലോറി ഡ്രൈവർമാർ അവരോട് രാത്രിയിൽ ഈ വഴി യാത്ര ചെയ്യരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ തങ്ങളുടെ പുരോഗതിയിൽ അവർ അസൂയപ്പെടുന്നു എന്ന് കരുതി രാജീവനും ഉണ്ണിയും അത് തള്ളിക്കളഞ്ഞു. എന്നാൽ നെല്ല് കയറ്റിപ്പോയ ഒരൊറ്റ രാത്രിയിൽ അവർക്കൊരു ഭീകരമായ അനുഭവമുണ്ടായി. അതിനുശേഷം അവർ ആ വഴിക്ക് സന്ധ്യ കഴിഞ്ഞ ശേഷം യാത്ര ചെയ്യുന്നത് എന്നേക്കുമായി നിർത്തി. രാജീവന്റെ മകനാണ് ഈ കഥ പങ്കുവച്ചിരിക്കുന്നത്. 1992 ഛത്തീസ്ഗഡും മധ്യപ്രദേശും വിഭജിക്കപ്പെട്ടിരുന്നില്ല. അധികം റോഡുകളോ അടിസ്ഥാന സൗകര്യങ്ങളോ വികസിച്ചിട്ടില്ലാത്ത കാലം. ഈ സംഭവം നടന്ന പ്രദേശം ഇന്ന് ഛത്തീസ്ഗഡിലെ റെഡ് കോറിഡോറി അതിൻ്റെ അടുത്താണ്. അന്ന് നക്സൽ ഭീഷണിയും ഉണ്ടായിരുന്നു. രാജീവൻ തൻ്റെ ലോറി ഉപയോഗിച്ച് ലോർമി ഗ്രാമത്തിൽ നിന്നും നെല്ല് കയറ്റി 102 കിലോമീറ്റർ അകലെയുള്ള പെൻഡ്ര ടൗണിലെ റൈസ് മില്ലിൽ എത്തിക്കുകയായിരുന്നു ആദ്യം ചെയ്തിരുന്നത്. പിന്നീട് ലോർമിയിൽ നിന്നും വെറും 60 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ബിലാസ്പൂരിലേക്ക് നെല്ലെത്തിക്കാനുള്ള ഒരു ഡീൽ അദ്ദേഹത്തിന് ലഭിച്ചു. ദൂരം കുറവായതുകൊണ്ട് കൂടുതൽ ട്രിപ്പുകൾ വേഗത്തിൽ പൂർത്തിയാക്കി വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം കരുതി. ആദ്യ ദിവസങ്ങളിൽ രാത്രി യാത്ര ചെയ്തപ്പോൾ യാതൊരു പ്രശ്നവുമില്ലാതെ അവർ ജോലി പൂർത്തിയാക്കി. എന്നാൽ ഒരു രാത്രി 12:30 മണി കഴിഞ്ഞു കാണും. ലോർമി ഗ്രാമത്തിൽ നിന്ന് നെല്ല് കയറ്റി ബിലാസ്പൂരിലേക്ക് പോകുമ്പോൾ ലോർമിയിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ അകലെ വനത്തിനുള്ളിലെ ഒരു ഗ്രാമമായ ബീപ്പർ ഘോട്ടിയിൽ അവർ എത്തി. രാജീവൻ ലോറി ഓടിക്കുകയായിരുന്നു. ഉണ്ണി അടുത്ത സീറ്റിലുണ്ടായിരുന്നു. കുറച്ചു ദൂരം മുൻപ് ഒരു ലോറി അവരെ ഓവർടേക്ക് ചെയ്തു. അതിലെ സഹായി കൈ കാണിച്ച് നിർത്താൻ ആവശ്യപ്പെട്ടു. സമയം ഏകദേശം 2 മണി. കവർച്ചയെ പേടിച്ച് രാജീവൻ ലോറി നിർത്താതെ വേഗത കുറച്ചു. എന്നാൽ മുന്നോട്ട് പോയ ലോറിയും വേഗത കുറച്ചു. അവർ അടുത്തെത്തിയപ്പോൾ ആ സഹായി വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ 3 നെൽച്ചാക്കുകൾ പിന്നിൽ റോഡിൽ വീണുപോയി, വേഗം പോയി എടുത്തോളൂ. അവർ ലോറി പിന്നോട്ടെടുത്ത് വീണ ചാക്കുകൾ തിരിച്ചു കയറ്റി യാത്ര തുടർന്നു. പിറ്റേന്ന് രാവിലെ ഉണ്ണിക്ക് പനിയും തലവേദനയും ഉണ്ടായി. അടുത്ത രാത്രി യാത്ര ഒഴിവാക്കാൻ രാജീവൻ ആവശ്യപ്പെട്ടെങ്കിലും ഉണ്ണി സമ്മതിച്ചില്ല. ഒറ്റയ്ക്ക് പോകുന്നത് ശരിയല്ല രാജീവേട്ടാ, ഞാൻ മരുന്ന് കഴിക്കാം, ഞാനും വരാം. അടുത്ത രാത്രി അവർ യാത്ര പുറപ്പെട്ടു. ഭീപ്പർകോട്ടി ഗ്രാമത്തിലെത്തിയപ്പോൾ ലോറിയുടെ പിന്നിലൊരു ടയർ പഞ്ചറായി. സമയം ഏകദേശം 1:30. കഴിഞ്ഞ രാത്രി ചാക്കുകൾ വീണ അതേ സ്ഥലം. സൈഡിലുണ്ടായിരുന്ന കിണർ കണ്ട് രാജീവന് സ്ഥലം ഓർമ്മ വന്നു. അവരവിടെ ഇറങ്ങി ടയർ മാറ്റാൻ തുടങ്ങി. ടയർ മാറ്റുമ്പോൾ ദൂരെ നിന്നും കാളവണ്ടിയുടെ ശബ്ദം കേട്ടു. ആരൊക്കെയോ കാളവണ്ടിയിൽ ഘോഷയാത്ര പോകുന്നത് പോലെ. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ശബ്ദം അടുത്തടുത്ത് വന്നു. പക്ഷേ വെളിച്ചമോ ആളനക്കമോ ഒന്നും കണ്ടില്ല. ഭയം കാരണം അവർ വേഗം ടയർ മാറ്റി. നിമിഷങ്ങൾക്കകം ആ ഘോഷയാത്രയുടെ ശബ്ദം അവരെ കടന്നു മുന്നോട്ട് പോവുകയും പതിയെ ദൂരേക്ക് മായുകയും ചെയ്തു. അവർ വീണ്ടും യാത്ര തുടർന്നു. പീപ്പർകോട്ടി ഗ്രാമം കടന്ന് ഏകദേശം 100 മീറ്റർ മുന്നോട്ട് പോയപ്പോൾ റോഡിൻ്റെ ഇടതുവശത്ത് ഒരു പഴയ ചായപ്പീടിക കണ്ടു. അതിൽ ഒരു മങ്ങിയ റാന്തലിൻ്റെ വെളിച്ചമുണ്ടായിരുന്നു. അതിനെ കടന്ന് 50 മീറ്റർ മുന്നോട്ട് പോയപ്പോൾ ലോറിയുടെ 2ാമത്തെ ടയറും പഞ്ചറായി.
സ്റ്റെപ്പിനി ഇല്ലാത്തതിനാൽ പുറത്തെ ടയർ മാറ്റി അകത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. ഇതിന് 1.5 മണിക്കൂർ സമയമെടുത്തു. ദാഹം സഹിക്കവയ്യാതെ രാജീവൻ ഉണ്ണിയോട്, നീ പോയി ആ സീറ്റിലിരിക്കെ, ഞാൻ പോയി ആ കുടിൽ പോലെയുള്ള ആ ചായക്കടയിൽ നിന്നും വെള്ളം കിട്ടുമോ എന്ന് അന്വേഷിച്ചു വരാം. രാജീവൻ ടോർച്ച് തെളിയിച്ച് ആ ചായക്കടയുടെ അടുത്തേക്ക് നടന്നു. ചായക്കടയുടെ അടുത്തെത്തുന്തോറും ടോർച്ചിൻ്റെ വെളിച്ചം കുറഞ്ഞു വന്നു. അതോടൊപ്പം കുടിലിൻ്റെ ഉള്ളിലെ റാന്തലിൻ്റെ വെളിച്ചവും മങ്ങി. കുടിലിൻ്റെ അടുത്തെത്തിയപ്പോൾ ടോർച്ച് താണ്ടണഞ്ഞു. രാജീവൻ വിളിച്ചു ചോദിച്ചു, ആരെങ്കിലും ഉണ്ടോ? കുറച്ച് വെള്ളം വേണമായിരുന്നു. അകത്തു നിന്നും ഒരു വൃദ്ധൻ്റെ ഭയപ്പെടുത്തുന്ന ശബ്ദം. ഇവിടുന്ന് പോകൂ, എന്താ ഈ സമയത്ത് ഇവിടെ വേണ്ടത്? ആ ശബ്ദം കേട്ടതും രാജീവൻ ആകെ തളർന്നുപോയി. ആരോ വാതിൽക്കൽ വന്ന ശബ്ദം കേട്ടു. ടോർച്ച് മുഴുവനായി മണഞ്ഞിരിക്കുന്നു. കുടിലിൻ്റെ ഉള്ളിലെ റാന്തൽ വിളക്കം പൂർണ്ണമായി മണഞ്ഞു. കൊടുമിരുട്ട്. അകത്തെയാൾ വാതിൽക്കൽ നിന്ന് ഭയങ്കരമായി ശ്വാസമെടുക്കുന്ന ശബ്ദം കേട്ടു. 5-6 സെക്കൻഡിന് ശേഷം ആ ശബ്ദം പിന്നിലേക്ക് പോയി. രാജീവൻ തിരിഞ്ഞോടി ലോറിയുടെ അടുത്തേക്ക്. തിരിഞ്ഞു നോക്കിയപ്പോൾ ഉണ്ണി റോഡിൻ്റെ മറുവശത്ത് കാടിൻ്റെ അഭിമുഖമായി നിന്ന് ഉറക്കെ കരയുന്നു. രാജീവൻ്റെ വിളികൾക്ക് മറുപടി നൽകാതെ ഉണ്ണി കരച്ചിൽ തുടർന്നു. രാജീവൻ ഉണ്ണിയുടെ അടുത്തേക്ക് ചെന്നു. ദൂരം കൂടുന്തോറും ടോർച്ച് വീണ്ടും വെളിച്ചം വന്നു. രാജീവൻ ടോർച്ച് ഉണ്ണിയുടെ നേർക്കടിച്ചപ്പോൾ ഉണ്ണിയുടെ കൈപ്പത്തി മുഴുവനും കരിവാളിച്ചിരിക്കുന്നു, ചീഞ്ഞതുപോലെ. അതിലെ 3 വിരലുകൾ അറ്റുപോയിരിക്കുന്നു. ഇത് കണ്ട രാജീവൻ നിലവിളിച്ചു, ഉണ്ണി, നിനക്കെന്താ പറ്റി? ഉണ്ണി നിന്നതിൻ്റെ തൊട്ടടുത്ത കാട്ടിൽ ഒരു ഒറ്റയടി പാതയുണ്ടായിരുന്നു. രാജീവൻ്റെ ശബ്ദം കേട്ടതും ഉണ്ണി ആ പാതയിലേക്ക് ഓടി. കാടിനുള്ളിലേക്ക് തിരിഞ്ഞതും ഉണ്ണിയെ കാണാതെയായി. എന്നിട്ടും ഉണ്ണിയുടെ കരച്ചിൽ രാജീവിന് കേൾക്കാമായിരുന്നു. അത് സഹായത്തിനായി കേഴുന്ന ഒരു ശബ്ദമായിരുന്നു. ഉണ്ണിയെ സഹായിക്കാൻ രാജീവൻ ആ പാതയിലേക്ക് 2-3 ചുവടുകൾ വച്ചു. അപ്പോഴാണ് ലോറിയുടെ അടുത്ത് നിന്നും ഉണ്ണിയുടെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടത്. രാജീവേട്ടാ, എന്നെ വിട്ടേക്കൂ. രാജീവൻ പെട്ടെന്നോടി ലോറിയുടെ അടുത്തുള്ള ഉണ്ണിയുടെ അടുത്തെത്തി. ഉണ്ണി ഡ്രൈവിംഗ് സീറ്റിൻ്റെ അടിയിൽ ചുരുണ്ടുകൂടി കിടക്കുകയാണ്. രാജീവ് അവനെ സമാധാനിപ്പിച്ച് സീറ്റിലിരുത്തി. നിനക്കെന്താ പറ്റിയത്? ഒന്നുമില്ല. രാജീവനപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഇത്രയും നേരം കണ്ടത് ഒരു മായ കാഴ്ചയായിരുന്നു. ഉണ്ണി അവിടെ കണ്ടതും ഉണ്ണി ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതും ഉണ്ണിയും എന്തോ മായ കാഴ്ച കണ്ടിരിക്കുന്നു. അവർ ലോറിയെടുത്ത് വളരെ പതുക്കെ യാത്ര തുടർന്നു. 1 കിലോമീറ്റർ മുന്നോട്ട് പോയപ്പോൾ ശാന്തനായിരുന്ന ഉണ്ണി എന്തോ സംസാരിക്കാൻ തുടങ്ങി. ശബ്ദം ഒരു വൃദ്ധൻ്റേതുപോലെയായി മാറി. ഗൗരവത്തോടെ അവൻ സംസാരിക്കുന്നു. മകളെ കൊണ്ടുവരൂ, അവൾ അവിടെയാണ് പോയത്. ഇത് 2-3 തവണ ആവർത്തിച്ചപ്പോൾ രാജീവൻ ഉണ്ണിയുടെ കവളിൽ തട്ടി, എന്താ പറ്റിയത് നിനക്ക്? അങ്ങനെ കാണിച്ചതും ഉണ്ണി വീണ്ടും ശാന്തമായി. പിന്നെയും ഒരു 100 മീറ്റർ മുന്നോട്ട് പോയതും വീണ്ടും ഉണ്ണി അതേ സ്വഭാവം. ഒരു വൃദ്ധൻ്റെ ശബ്ദത്തിൽ എന്തൊക്കെയോ പറയുന്നു. രാജീവൻ പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോയി. ഒരു 300 മീറ്റർ പോയപ്പോൾ റോഡിൽ ഒരു വളവ് വന്നു. വളവ് തിരിഞ്ഞപ്പോൾ 60-70 മീറ്റർ അകലെ റോഡ് സൈഡിൽ ഒരു മുളങ്കൊമ്പ് നാട്ടിയിരുന്നു. അതിൻ്റെ മുകളിൽ മെലിഞ്ഞ നീണ്ട ഒരു സ്ത്രീരൂപം ഇരിക്കുന്നു. ആ സ്ത്രീരൂപം പതിയെ മുളങ്കൊമ്പിലൂടെ താഴേക്ക് ഊർന്നിറങ്ങുന്നു. ഭയം കാരണം രാജീവൻ ലോറി നിർത്തി. അവർ തമ്മിൽ 20 മീറ്റർ ദൂരം മാത്രം. ഉണ്ണി ഞെട്ടലോടെ തലയുയർത്തി ആ രൂപത്തെ നോക്കി. എന്നിട്ട് ഭ്രാന്തമായ ഭാവത്തോടെ രാജീവനോട് പറഞ്ഞു, അവളെ ലോറിക്കുള്ളിൽ കയറ്റൂ, അവൾ നമ്മളോടൊപ്പം വരും. ഉണ്ണിക്ക് ദേഷ്യം വന്നു. അവൻ അലറാൻ തുടങ്ങി, ഇപ്പോൾ കയറ്റൂ അവളെ. രാജീവൻ ഇത് ഉണ്ണിയല്ലെന്ന് ഉറപ്പിച്ചു. രാജീവൻ ഉണ്ണിയോട് പറഞ്ഞു, ശരി ശരി, നീ സമാധാനമായിരിക്കേ, അവളെ ഞാൻ കയറ്റാം. രാജീവൻ മെല്ലെ ലോറി മുന്നോട്ടെടുത്ത് ഉണ്ണിയോട് പറഞ്ഞു, ആ പെൺകുട്ടിയോട് റോഡിൻ്റെ സൈഡിലൂടെ വന്ന് ലോറിയിൽ കയറാൻ പറയൂ. ഉണ്ണി കഴുത്ത് പുറത്തേക്കിട്ട് ആ രൂപത്തോട് ലോറിയിൽ കയറാൻ ആംഗ്യം കാണിച്ചു. ആ സ്ത്രീരൂപം റോഡിൻ്റെ സൈഡിലേക്ക് മാറിയതും രാജീവൻ ലോറിയുടെ സ്പീഡ് കൂട്ടി. ഉണ്ണി ദേഷ്യത്തിൽ രാജീവൻ്റെ നേർക്ക് തിരിഞ്ഞു. ഈ സമയം രാജീവൻ തൻ്റെ കയ്യിൽ കരുതിയിരുന്ന വലിയ ഇരുമ്പ് കത്തിയെടുത്ത് ഉണ്ണിക്ക് നേരെ ചൂണ്ടി. ചില ദുർമൂർത്തികൾ ഇരുമ്പിനോട് ഭയമുള്ളവരാണെന്ന് രാജീവൻ കേട്ടിട്ടുണ്ട്. ഉണ്ണി അലറാൻ തുടങ്ങി. പക്ഷേ കത്തി കണ്ടതുകൊണ്ടാവാം ആക്രമിക്കാൻ വന്നില്ല. അങ്ങനെ 4-5 കിലോമീറ്റർ ഓടി ഒരു മെയിൻ റോഡിനടുത്തുള്ള തട്ടുകടയിലെത്തി ലോറി നിർത്തി. രാജീവൻ തട്ടുകട ഉടമയോട് കാര്യങ്ങൾ പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്നൊരു പഴയ ഡ്രൈവറാണ് ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലം വിവരിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു കല്യാണ ഘോഷയാത്ര പീപ്പർകോട്ടി ഗ്രാമത്തിനടുത്ത് വെച്ച് കൊള്ളക്കാരാൽ ആക്രമിക്കപ്പെടുകയും രക്ഷപ്പെടാനായി അവിടെയുള്ള പലരും അവിടുത്തെ കിണറിൽ ചാടുകയും മരിക്കുകയും ചെയ്തു. അവരുടെ ആത്മാക്കളാണ് അലഞ്ഞു നടക്കുന്നത്. നിങ്ങൾ ആ സ്ത്രീരൂപത്തെ ലോറിയിൽ കയറ്റിയിരുന്നെങ്കിൽ പിറ്റേന്ന് നിങ്ങളെയും ഉണ്ണിയെയും റോഡരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തുമായിരുന്നു, ആ ഡ്രൈവർ പറഞ്ഞു. പിന്നീട് ആ രാത്രി മുഴുവനും ആ തട്ടുകടയിൽ അവർ കഴിച്ചുകൂട്ടി. അടുത്ത ദിവസം രാവിലെ ബിലാസ്പൂരിലെത്തി സാധനമിറക്കിയ ശേഷം അവർ പകൽ തന്നെ ലോർമിയിലേക്ക് തിരിച്ചുപോയി. പിറ്റേന്ന് ലോഡിറക്കി അവർ തിരിച്ചു വന്ന് ആ ചായപീടിക കണ്ട സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ആ കുടിലിൻ്റെ ഒരടയാളം പോലും ഉണ്ടായിരുന്നില്ല. ആ സ്ഥലം തീർത്തും ശൂന്യമായിരുന്നു.
അന്നു മുതൽ രാജീവനും ഉണ്ണിയും ആ റൂട്ടിൽ രാത്രിയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടില്ല. ഇനി അടുത്ത കഥയിലേക്ക് പോകല്ലേ, ഒരു കഥയും കൂടിയുണ്ട്. വിനോദ്, അദ്ദേഹം ഒരു ലോറി ഡ്രൈവറാണ്. വിനോദും അച്ഛനും അമ്മയും അനിയത്തിയും ആന്ധ്രാപ്രദേശിലെ ഇച്ഛാപുരം എന്ന ചെറിയ പട്ടണത്തിലാണ് താമസിച്ചിരുന്നത്. അച്ഛനൊരു പലചരക്ക് കടയുണ്ടായിരുന്നു. വിനോദ് ഒരു സ്വകാര്യ കമ്പനിയിൽ ട്രക്ക് ഓടിച്ചിരുന്നു. സന്തോഷകരമായ ഒരു കൊച്ചു കുടുംബമായിരുന്നു അത്. പക്ഷെ ആ സന്തോഷത്തിന് ആരോ കണ്ണുവെച്ചതുപോലെ 2021 നവംബർ 12 വിനോദിൻ്റെ അച്ഛനമ്മമാർ മോട്ടോർ സൈക്കിളിൽ ഒരു കല്യാണത്തിന് പോവുകയായിരുന്നു. രാത്രി ഏകദേശം 10:30 എതിർദിശയിൽ നിന്നും വന്നൊരു ബസ് അവരുടെ ബൈക്കിലിടിച്ചു. അവർ രണ്ടുപേരും അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്തു. വിനോദിൻ്റെയും അനിയത്തിയുടെയും ജീവിതമാകെ തകർന്നു പോയിരുന്നു. ഇച്ഛാപുരത്തെ അവരുടെ ചെറിയ വീട് അവർക്കൊരു ഭാരമായി മാറി. അങ്ങനെ കുടുംബത്തിലെ മറ്റംഗങ്ങൾ അവരെ ഒറ്റയ്ക്കാക്കാൻ കഴിയാത്തതിനാൽ വിനോദിനെയും അനിയത്തിയെയും ഇച്ഛാപുരത്ത് നിന്നും ഒറീസയിലെ സംബൽപൂരിലേക്ക് മാറ്റി. അവിടെ അവരുടെ അമ്മാവനും അമ്മായിയുമാണ് താമസിച്ചിരുന്നത്. സംബൽപൂരിലേക്ക് മാറിയതോടെ ഇച്ഛാപുരത്തെ വിനോദിൻ്റെ ലോറി ജോലി നഷ്ടപ്പെട്ടിരുന്നു. ഈ പുതിയ നഗരത്തിൽ എത്രയും പെട്ടെന്നൊരു ജോലി കണ്ടെത്തേണ്ടത് അത്യാവശ്യമായിരുന്നു. അപ്പോഴാണ് വിനോദിൻ്റെ അമ്മാവന് ഒരു ബിസിനസ് ആവശ്യത്തിനായി പെട്ടെന്ന് ദുബായിലേക്ക് പോകേണ്ടി വന്നത്. ഞാൻ തിരിച്ചു വരുന്നതുവരെ നീ ഒറീസയ്ക്ക് പുറത്ത് ട്രക്ക് ഓടിക്കാൻ പോകരുത് എന്ന് അദ്ദേഹം വിനോദിനോട് പറഞ്ഞു. അതുകൊണ്ട് വിനോദ് ഒഡീഷയിൽ തന്നെയുള്ള ജോലിക്കായി തിരഞ്ഞു. 2 മാസത്തിന് ശേഷം അദ്ദേഹത്തിനൊരു കോള് വന്നു. ഫോണിൽ സുധാകർ പൈപ്സ് എന്ന കമ്പനിയുടെ സൂപ്പർവൈസറായ രഞ്ജിത്തായിരുന്നു സംസാരിച്ചത്. കഴിഞ്ഞ 2 മാസത്തിൻ്റെ ഉള്ളിൽ വിനോദ് ഓൺലൈനിൽ ഒരുപാട് ട്രക്ക് ഡ്രൈവർ ജോലികൾക്കായി അപേക്ഷിച്ചിരുന്നു. അതിനൊരു പ്രതികരണമായിരുന്നു ഈ കോൾ. വിനോദിന് ഒറീസയിലുള്ള തന്നെ ഒരു സ്വകാര്യ കമ്പനിയിൽ ലോറി ഡ്രൈവറായി ജോലി ലഭിച്ചു. നല്ല ശമ്പളവും ഉണ്ടായിരുന്നു. ജോലിയും അധികം ഉണ്ടായിരുന്നില്ല. വിനോദ് സന്തോഷത്തിലായി. എന്നാൽ അദ്ദേഹത്തിൻ്റെ സൂപ്പർവൈസറായ രഞ്ജിത്തുമായി വിനോദിന് ഒരിക്കലും നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. രഞ്ജിത്ത് എല്ലാം ഫോൺ വഴി മാനേജ് ചെയ്തിരുന്നത് കൊണ്ട് ഡ്രൈവർമാരുമായി അധികം മുഖാമുഖം സംസാരിക്കേണ്ടി വന്നിരുന്നില്ല. വിനോദ് ആ കമ്പനിയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 10-11 മാസങ്ങൾ കഴിഞ്ഞു. ഡിസംബർ മാസമായിരുന്നു. ഒറീസയിൽ കടുത്ത തണുപ്പുള്ള സമയം. വിനോദ് അമ്മാവൻ്റെ വീട്ടിൽ കിടന്നുറങ്ങുന്നു. രാത്രി ഏകദേശം 11:30 പെട്ടെന്ന് ഫോൺ ബെല്ലടിച്ചു. സൂപ്പർവൈസർ രഞ്ജിത്തായിരുന്നു. ഒരു വലിയ ഓർഡർ വന്നിട്ടുണ്ടെന്നും അതുടൻ ട്രക്കിൽ കയറ്റി ഭുവനേശ്വറിൽ എത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വിനോദ് കണ്ണു തിരുമ്മി എഴുന്നേറ്റു. ഏകദേശം 12:15 അദ്ദേഹം കമ്പനിയുടെ കോമ്പൗണ്ടിലെത്തി. തൻ്റെ ലോറി ലോഡ് ചെയ്ത് തയ്യാറാക്കിയിരിക്കുന്നത് അദ്ദേഹം കണ്ടു. 230-240 കിലോമീറ്റർ ദൂരം ഓടിച്ച സാധനം എത്തിക്കണം. വിനോദ് തൻ്റെ ട്രക്കുമായി കമ്പനി കോമ്പൗണ്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ കോമ്പൗണ്ടിൻ്റെ ഒരു മൂലയിൽ പഴയൊരു ട്രക്ക് കണ്ടു. അതിൽ പൊടി പിടിച്ചിരിക്കുന്നു. വിനോദ് അതിനു മുമ്പ് ആ ട്രക്ക് അവിടെ കണ്ടിരുന്നില്ല. വിനോദ് അത് കാര്യമാക്കാനും നിന്നില്ല. സാധനങ്ങളുമായി വന്ന മറ്റേതെങ്കിലും ലോറിയായിരിക്കുമെന്ന് അവൻ കരുതി. വിനോദ് തൻ്റെ ലോറിയുമായി ഹൈവേയിലേക്ക് ഇറങ്ങി. ഏകദേശം 50 കിലോമീറ്റർ ഓടിച്ച ശേഷം വിനോദ് പതിവായുള്ള പെട്രോൾ പമ്പിലെത്തി. ഡീസൽ നിറച്ച ശേഷം ട്രക്ക് സൈഡിൽ നിർത്തി മുഖം കഴുകി ഫ്രഷായ ശേഷം യാത്ര തുടരാമെന്ന് വിനോദ് തീരുമാനിച്ചു. അദ്ദേഹം താഴെ ഇറങ്ങിയപ്പോൾ ആ കമ്പനി കോമ്പൗണ്ടിൽ കണ്ട അതേ ട്രക്ക് അവിടെ മൂലയിൽ നിർത്തിയിരിക്കുന്നത് കണ്ടു. വിനോദിന് വല്ലാത്തൊരു അത്ഭുതം തോന്നി. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ വരുന്നതിന് മുമ്പ് അതിൽ ഒരു ഡ്രൈവറും ഉണ്ടായിരുന്നില്ലല്ലോ. അതെങ്ങനെ ഇവിടെ എത്തി? അദ്ദേഹം വീണ്ടും മുഖത്ത് തണുത്ത വെള്ളം തളിച്ചു. തൻ്റെ തോർത്തുപയോഗിച്ച് ട്രക്കിൻ്റെ ഗ്ലാസ്സിലെ മഞ്ഞ് തുടച്ചു മാറ്റുമ്പോൾ ആ ട്രക്കിനെ നോക്കി. പിന്നെ വേഗം ലോറിയുടെ ഗ്ലാസ് തുടച്ച് വൃത്തിയാക്കി വിനോദ് ആ പെട്രോൾ പമ്പിൽ നിന്നും പുറത്തു വരാൻ തുടങ്ങി. ഹൈവേയിലേക്ക് കയറാനായി അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് ലോറിക്ക് സൈഡിലെ മിററിലേക്ക് ഉടക്കി. സൈഡ് മിററിൽ കണ്ട കാഴ്ചയിൽ വിനോദ് ഞെട്ടിപ്പോയി. ആ ലോറി അതേ പെട്രോൾ പമ്പിനടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ആ ലോറിയുടെ പിന്നിൽ എഴുതി വച്ചിരിക്കുന്ന ചില വരികൾ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ തിളങ്ങി. അത് വായിച്ചപ്പോൾ വിനോദിൻ്റെ തല കറങ്ങി. ആ ലോറിയുടെ പിന്നിൽ എഴുതിയിരുന്നത് ഇതായിരുന്നു: സ്നേഹിക്കുന്നവരെക്കാൾ അധികം ചതിക്കുന്നവരാണ്. വിനോദിൻ്റെ ശരീരം വിറച്ചുപോയി. കാരണം ഇതേ വാചകം വിനോദ് സ്വന്തം ട്രക്കിൻ്റെ പിന്നിലും എഴുതിയിട്ടുണ്ട്. വിനോദ് ട്രക്കിൻ്റെ ജനലിലൂടെ തല പുറത്തേക്കിട്ട് ആ ട്രക്കിനെ നോക്കി. പെട്ടെന്ന് വീണ്ടും മുന്നോട്ട് തിരിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് സൈഡ് മിററിലുടക്കി. ഒരു മനുഷ്യൻ്റെ കഴുത്തറുത്ത തല ചിരിച്ചു വെച്ച് ഭീകരമായൊരു ചിരിയോടെ തന്നെ നോക്കുന്നു. ഈ സമയം വിനോദിൻ്റെ രക്തം മുഴുവനും ഉറച്ചുപോയി. ആ തണുപ്പുള്ള ഡിസംബർ രാത്രിയിൽ തലയിൽ നിന്നും വിയർപ്പ് ധാരയായി ഒഴുകി. വിനോദ് തൻ്റെ ട്രക്ക് വേഗത്തിലോടിച്ച് എത്രയും വേഗം ഭുവനേശ്വറിൽ എത്താനായിരുന്നു ശ്രമിച്ചത്. ആ ട്രക്കിൻ്റെ പിന്നിലെ അതേ വാചകത്തെക്കുറിച്ചും ആ അറുത്ത തലയെക്കുറിച്ചുമുള്ള ചിന്തകൾ അദ്ദേഹത്തെ അലട്ടി. വിനോദിൻ്റെ ചിന്തകൾക്കിടയിൽ പെട്ടെന്ന് അതിവേഗത്തിൽ ഒരു ട്രക്ക് അദ്ദേഹത്തെ കടന്നുപോയി. കണ്ണടച്ച് തുറക്കും മുമ്പ് ആ ട്രക്ക് വിനോദിൻ്റെ കാഴ്ചയിൽ നിന്നും അപ്രത്യക്ഷമായി. വിനോദ് ചിന്തിച്ചുകൊണ്ടിരുന്ന അതേ ട്രക്കായിരുന്നു അത്. അദ്ദേഹം വല്ലാതെ ഭയന്നു. ഇനി മുന്നോട്ട് പോകാനുള്ള ധൈര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ട്രക്ക് സൈഡിൽ നിർത്തി.
സമയം ഏകദേശം രാത്രി 2 മണി കഴിഞ്ഞിരിക്കുന്നു. അവിടെ അടുത്തൊന്നും വീടുകളോ കടകളോ ഒന്നുമില്ല. ട്രക്കിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നറിയാൻ വിനോദ് താഴെ ഇറങ്ങി പരിശോധിച്ചു. സാധനങ്ങളെല്ലാം സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കാൻ ട്രക്കിൻ്റെ പിന്നിലേക്ക് പോയി. അപ്പോഴും അദ്ദേഹത്തിൻ്റെ കണ്ണ് ട്രക്കിൻ്റെ പിന്നിൽ അതേ വരികളിൽ ഉടക്കി. സ്നേഹിക്കുന്നവരേക്കാൾ അധികം ചതിക്കുന്നവരാണ്. പരിശോധനകൾക്ക് ശേഷം വിനോദ് ഡ്രൈവർ സീറ്റിലേക്ക് തിരിച്ചു നടക്കുമ്പോൾ തൻ്റെ ശരീരം വിറയ്ക്കുന്നത് അദ്ദേഹം അറിഞ്ഞു. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. ആരുമില്ല. വിനോദ് വീണ്ടും ഡ്രൈവർ സീറ്റിലേക്ക് നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് വീണ്ടും അദ്ദേഹത്തിന് അതേ തോന്നലുണ്ടായത്. ആരോ തൊട്ടു പിന്നിൽ നിൽക്കുന്നു. അദ്ദേഹം തിരിഞ്ഞു നോക്കിയ ഉടൻ ആരോ ഒരു വലിയ വടി കൊണ്ട് തലയ്ക്ക് ശക്തിയായി അടിച്ചു. വിനോദ് അവിടെ തന്നെ ബോധരഹിതനായി വീണു. അടുത്ത ദിവസം രാവിലെ അദ്ദേഹം കണ്ണു തുറന്നത് ആശുപത്രിയിൽ വെച്ചാണ്. ഒരാൾ തൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം വിനോദിനോട് പറഞ്ഞു, നിങ്ങൾ റോഡരികിൽ ബോധം കെട്ട് കിടക്കുകയായിരുന്നു. ഞാൻ കണ്ടപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നതാണ്. വിനോദിനെ ചികിത്സിച്ച ഡോക്ടർ രാത്രി സംഭവിച്ചതെല്ലാം ചോദിച്ചറിഞ്ഞു. വിനോദ് എല്ലാം ഡോക്ടറോട് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് വിനോദിനെ ഞെട്ടിച്ചു. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഓടിക്കുന്ന ട്രക്ക് രഞ്ജിത്തിൻ്റേതാണ്. 15 വർഷം മുമ്പ് രഞ്ജിത്താണ് ഈ ട്രക്ക് ഓടിച്ചിരുന്നത്. രഞ്ജിത്ത്, വിനോദിന് ജോലി നൽകിയ അതേ സൂപ്പർവൈസർ. വിനോദ് ഞെട്ടലോടെ ഡോക്ടറോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? രഞ്ജിത്തിൻ്റെ സൂപ്പർവൈസറാണ്. അപ്പോൾ ഡോക്ടർ ആ കഥ മുഴുവനും പറഞ്ഞു. 15 വർഷം മുമ്പ് രഞ്ജിത്തും വിനോദിനെ പോലെ ഈ ട്രക്കിൽ സാധനങ്ങൾ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിച്ചിരുന്നു. ഒരു ദിവസം രഞ്ജിത്ത് മുൻകൂട്ടി അറിയിക്കാതെ വീട്ടിലേക്കെത്തി. തൻ്റെ ഭാര്യ മറ്റൊരാളോടൊപ്പം കിടക്കുന്നത് കണ്ട രഞ്ജിത്ത് ആ മനുഷ്യനെ അവിടെ വെച്ച് തന്നെ കൊലപ്പെടുത്തി. രഞ്ജിത്ത് കൊലപ്പെടുത്തിയ ആളുടെ പേര് സുരേഷ് എന്നായിരുന്നു. അദ്ദേഹം ഒരു ട്രക്ക് ഡ്രൈവറായിരുന്നു. സുരേഷിനെ കൊലപ്പെടുത്തിയെങ്കിലും രഞ്ജിത്തിൻ്റെ ഭാര്യ സുരേഷിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു. ഒരു ദിവസം രഞ്ജിത്തിന് ഭക്ഷണത്തിൽ വിഷം കൊടുത്ത് ഭാര്യ അദ്ദേഹത്തെ കൊന്നു. എന്നിട്ട് രഞ്ജിത്തിൻ്റെ ശരീരം കഷ്ണങ്ങളാക്കി ഒരുപാട് ദൂരം കൊണ്ടുപോയി പല സ്ഥലങ്ങളിലായി വലിച്ചെറിഞ്ഞു. ഈ കുറ്റബോധത്തിലും ആഘാതത്തിലും രഞ്ജിത്തിൻ്റെ ഭാര്യ സ്വയം മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. ഈ സംഭവം നടന്നതു മുതൽ രഞ്ജിത്തിൻ്റെ ആത്മാവ് ഈ വഴിയിൽ അലഞ്ഞു നടക്കുകയാണ്. ഇതെല്ലാം അറിഞ്ഞ വിനോദ് ഒരു തീരുമാനമെടുത്തു. രഞ്ജിത്തിൻ്റെ വീട്ടിൽ പോയി ഹോമവും പൂജകളും നടത്തി അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കാൻ കഴിയുന്നതെല്ലാം ചെയ്യണം. വിനോദ് അതുപോലെ ചെയ്തു. രഞ്ജിത്തിന് വേണ്ടി പൂജകളും മറ്റും നടത്തി. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി ലഭിച്ചു. ഈ സമയത്ത് വിനോദ് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പോയി കാര്യങ്ങളെല്ലാം വിശദമായി അന്വേഷിച്ചിരുന്നു. ഈ സംഭവങ്ങളെല്ലാം നടന്ന 15 ദിവസങ്ങൾക്ക് ശേഷം വിനോദിൻ്റെ ജീവിതം സാധാരണ നിലയിലേക്ക് വന്നു. ഒരു ദിവസം രാവിലെ സംബൽപൂരിലെ അമ്മാവിൻ്റെ വീട്ടിൽ നിന്നും ഒരു സാധനം ഡെലിവറി ചെയ്യാൻ വിനോദ് എഴുന്നേറ്റു. അദ്ദേഹം ലോറിക്കടുത്തെത്തിയപ്പോൾ ആ പഴയ ട്രക്ക് അതേ സ്ഥലത്ത് നിൽക്കുന്നത് കണ്ടു. എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയ അതേ ട്രക്ക്. വിനോദ് കണ്ടത് ആ ട്രക്കിൻ്റെ ഉള്ളിൽ ഒരാളിരുന്ന് തന്നെ നോക്കി ഭീകരമായി ചിരിക്കുന്നതാണ്. ആ മനുഷ്യൻ മറ്റാരുമായിരുന്നില്ല, അത് സുരേഷായിരുന്നു. രഞ്ജിത്ത് കൊലപ്പെടുത്തിയ അതേ സുരേഷ്. വിനോദിൻ്റെ അവസ്ഥ വീണ്ടും മോശമായി. ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. വിനോദ് ഒറീസയിലെ നായാഗഡ് ജില്ലയിലുള്ള ഉഗ്രതാര ടെമ്പിളിൽ പോയി ഒരു താന്ത്രികനെ കണ്ടു. ആ താന്ത്രികൻ ഒരു ഏലസ് ഉണ്ടാക്കി വിനോദിന് നൽകി. ഈ ഏലസ് കൊണ്ടുപോയി ട്രക്കിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ അടിയിൽ കെട്ടണം. താന്ത്രികൻ പറഞ്ഞു. ഈ ജോലി വിനോദ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നും കർശനമായി നിർദ്ദേശിച്ചു. വിനോദ് താന്ത്രികന്റെ നിർദ്ദേശപ്രകാരം ആ ഏലസ് ട്രക്കിൻ്റെ സ്റ്റിയറിങ്ങിന് അടിയിൽ കെട്ടി. അതിനുശേഷം ഈ സംഭവങ്ങളെല്ലാം നിലച്ചു. താന്ത്രികൻ വിനോദിനോട് പറഞ്ഞത് രഞ്ജിത്ത് തൻ്റെ ആത്മാവിന് മുക്തി ലഭിക്കാൻ വേണ്ടി നിങ്ങളെ ഒരു മാധ്യമമായി തിരഞ്ഞെടുത്തതാണെന്നാണ്. രഞ്ജിത്തിൻ്റെ ദൗത്യം അവിടെ പൂർത്തിയായി. ഈ 2 കഥകൾ കേട്ടിട്ട് എന്ത് തോന്നുന്നു? ചിലപ്പോൾ വെറും തോന്നലുകളാകാം, എന്താണെന്നറിയില്ല. രാത്രി സഞ്ചാരത്തിൽ പല സമയങ്ങളിൽ പല സ്ഥലത്തും പല തോന്നലുകളുമായിരിക്കും. നമ്മുടെ വിശ്വാസപ്രകാരം നമ്മൾ ആ തോന്നലുകളെ മറികടക്കാൻ പലതും ചെയ്യുന്നു. അങ്ങനെ വിചാരിച്ചാൽ മതി. ചിലപ്പോൾ സത്യമായിരിക്കാം, എന്താണെന്നറിയില്ല. ഒരുപാട് പേര് കാണുന്നവരുണ്ട്, പക്ഷേ ലൈക്ക് ചെയ്യാറില്ല. എന്താ കുട്ടികളെ, ഒന്ന് ലൈക്ക് ചെയ്യൂ. എന്നാലല്ലേ പുതിയ കഥയുമായി വീണ്ടും വരാൻ ആഗ്രഹമുണ്ടാവുകയുള്ളൂ. എന്തായാലും ലവ് യു ഓൾ, ബൈ.